ടി വി പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും കോലഞ്ചേരിയിൽ 2011 ജനുവരി 31 ശനി. ശുശ്രൂഷകൾ രാവിലെ 10-ന് സെയിന്റ് പീറ്റേഴ്സ് കോളേജ് ഇൻഡോർ സ്റ്റേഡിയം. അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. പൗലോസ്ലീഹായുടെ സുപ്രസിദ്ധമായ ഒരു പ്രയോഗമാണത്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. തൻ്റെ പ്രസ്താവന രേഖപ്പെടുത്തിയിരിക്കുന്നത് പൗലോസിൻ്റെ റോമാലേഖനം 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അതിൻ്റെ കാരണം അദ്ദേഹം പറയുകയാണ്, വിശ്വസിക്കുന്ന ഏവനും, അത് യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷിക്കപ്പെടുവാൻ, അവർക്ക് രക്ഷ കൊടുക്കുവാനുള്ള ദൈവത്തിൻ്റെ ശക്തിയാണ് സുവിശേഷം. സുവിശേഷത്തിൽ ദൈവശക്തി ഉണ്ടെന്നല്ല പൗലോസ് പറയുന്നത്, മറിച്ച് സുവിശേഷം തന്നെ ദൈവത്തിൻ്റെ ശക്തിയാണ്. നോക്കുക, ദൈവത്തിൻ്റെ ശക്തിയാലല്ലേ സൂര്യനും ഭൂമിയും ചന്ദ്രനും എല്ലാം ഉളവായത്? ദൈവത്തിൻ്റെ ശക്തിയാലല്ലേ നമ്മെ ദൈവം വഹിച്ചിരിക്കുന്നത്? ആ ദൈവശക്തി ഇന്ന് സുവിശേഷത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുക. സുവിശേഷം ദൈവശക്തിയാണ്. അതുകൊണ്ട് തന്നെ പൗലോസ്ലീഹ പറയുന്നു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഈ എപ്പിസോഡിൽ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തിൻ്റെ ആ ശ്രേഷ്ഠത, അതിനെക്കുറിച്ച് പറയാനേ ഉള്ളൂ. അതിനെക്കുറിച്ച് പറഞ്ഞാൽ തീരില്ല, അതുപോലെ കാര്യങ്ങളാണ്. എന്നാൽ ഈ എപ്പിസോഡിൽ നമുക്ക് ആ സുവിശേഷം, ലജ്ജിക്കേണ്ടാത്ത സുവിശേഷം, ആ സുവിശേഷത്തിൻ്റെ അതിശ്രേഷ്ഠമായ ചില കാര്യങ്ങൾ, യേശു ക്രിസ്തുവിൻ്റെ ആ ദിവ്യ സന്ദേശത്തിൻ്റെ അതിശ്രേഷ്ഠമായ ചില കാര്യങ്ങൾ ഒന്നിച്ചൊന്ന് തിരുവചനത്തിലെ പല ഭാഗങ്ങൾ വായിച്ച് നമ്മളൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. പൗലോസ്ലീഹ പറയുന്നു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അതുപോലെ തന്നെ ഇന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് ഓരോരുത്തരോടും എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് പറയട്ടെ, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഒരിക്കൽ സുവിശേഷത്തെയും സുവിശേഷകരെയും ഒക്കെ വളരെ ഒരു മോശമായി കണ്ടൊരു വ്യക്തിയാണ് ഞാനും. വഴിയരിയിലൊക്കെ നിന്ന് സുവിശേഷം പറയുന്നവരെ കാണുമ്പോൾ ഇവർക്ക് വേറെ യാതൊരു ജോലിയില്ലേ? ഇതെന്തൊരു നിന്ദ്യമായ കാര്യമാണ്. ഇവർക്ക് നാണമാകുന്നില്ലേ? ലജ്ജയില്ലേ? മാത്രമല്ല, ഞാൻ അവരെ നോക്കി പുച്ഛിച്ച് ചിരിക്കുമ്പോൾ തന്നെ വഴി നടന്നു പോകുന്ന പലരും ആ കാലങ്ങളിൽ അവരെ നോക്കി ചിരിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കാലങ്ങളിൽ അങ്ങനെയുള്ള പരിഹാസം കുറേ കൂടെ കുറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു. മനുഷ്യർ കുറച്ചുകൂടെ സുവിശേഷത്തെക്കുറിച്ച് അവബോധമുള്ളവരായതുപോലെ എനിക്ക് തോന്നുന്നു. ഞാൻ പറയുന്നത് എൻ്റെ ചെറുപ്പകാലത്തെ കാലമാണ്. അന്ന് ആൾക്കാർ കുറച്ചുകൂടെ സുവിശേഷത്തെയും സുവിശേഷകരെയൊക്കെ നിന്ദിക്കുകയും പരിഹസിക്കുകയും അത് വളരെ മോശമായൊരു കാര്യമായി കാണുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേക വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ജീവിതത്തിലെ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടി ക്രിസ്തുവിൽ നിന്നുള്ള നിരവധി അനുഭവങ്ങൾ പ്രാപിച്ച ശേഷം എനിക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, സുവിശേഷത്തെക്കുറിച്ച് ഞാനും ലജ്ജിക്കുന്നില്ല. കാരണം സുവിശേഷം ചെയ്യുന്ന ശ്രേഷ്ഠമായ കാര്യം ലോകത്തിൽ ഒന്നിനും ചെയ്യാൻ കഴിയില്ല. ലോകത്തിലെ ഇന്ന് ലോക മനുഷ്യർക്ക് എത്ര അനുഗ്രഹപ്രദമാണ്. മനുഷ്യൻ എത്ര അധികമായി ശാസ്ത്രത്തിൽ വളർന്നു, ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ വളർന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കുന്ന ഈ മൈക്ക്, ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമറ, ഇതൊക്കെ ശാസ്ത്രത്തിൻ്റെ വലിയ സംഭാവനകളാണ്. അപ്പോൾ നിശ്ചയമായിട്ട് ശാസ്ത്രം മനുഷ്യന് ചെയ്തത് ഏറ്റവും വലിയതാണ്. എന്നാൽ ശാസ്ത്രത്തിനും ചെയ്യാൻ കഴിയാത്തത്,
ഈ ലോകത്തിൽ മനുഷ്യൻ്റെ അറിവിനോ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു നേതാവിനോ ലോകം കണ്ട ഏറ്റവും വലിയൊരു സാമൂഹിക പരിഷ്കർത്താവിനോ സാമൂഹിക പ്രവർത്തകനോ ആർക്കും ചെയ്യാൻ കഴിയാത്തതാ സുവിശേഷത്തിന് ചെയ്യാൻ കഴിയുന്നത്. സുവിശേഷത്തിൻ്റെ ശ്രേഷ്ഠത, യേശു ക്രിസ്തുവിൻ്റെ സന്ദേശത്തിൻ്റെ ശ്രേഷ്ഠത, ക്രിസ്തു മാനവജാതിക്ക് കൊടുക്കുന്ന ആ വലിയ രക്ഷയുടെ ശ്രേഷ്ഠത മറ്റൊന്നിനും നൽകാൻ സാധിക്കുകയില്ല. അതിനെക്കുറിച്ച്, സുവിശേഷത്തെക്കുറിച്ച് എന്തുകൊണ്ട് എനിക്ക് ലജ്ജയില്ല എന്നതിനെക്കുറിച്ച് തിരുവചനത്തിലെ തന്നെ ചില വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായി, ഈ സുവിശേഷം അത് മനുഷ്യൻ കണ്ടുപിടിച്ച ഒന്നല്ല, ഇത് ദൈവം തന്നെ മനുഷ്യർക്ക് വേണ്ടി കൊടുത്തതാണ്. ഏതെങ്കിലും ഒരു സഭയോ ഏതെങ്കിലും ഒരു മതമോ കൂടി ആലോചിച്ച് നമുക്കൊരു നല്ല ഒരു സന്ദേശം ഉണ്ടാക്കണം, നമുക്കൊരു നല്ല ഒരു പ്രബന്ധം തയ്യാറാക്കണം, അങ്ങനെ മനുഷ്യൻ്റെ സ്വയമായ വ്യാഖ്യാനത്തിൽ നിന്നോ മനുഷ്യൻ്റെ കൂടിയാലോചനയുടെ ഫലമല്ല സുവിശേഷം. മറിച്ച് മനുഷ്യന് വേണ്ടി, എന്തിന്? മനുഷ്യൻ ഈ ലോകത്ത് ഉളവാകുന്നതിന് മുമ്പേ, മനുഷ്യരാശി ഉളവാകുന്നതിന് മുമ്പേ മനുഷ്യൻ്റെ വീഴ്ച മുൻകൂട്ടി കണ്ട ദൈവം മനുഷ്യന് വേണ്ടി മുന്നൊരുക്കിയതാണ് സുവിശേഷം. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, അത് ദൈവത്തിൻ്റെ സുവിശേഷമാണ്. അതിനെക്കുറിച്ചുള്ള ചില വേദഭാഗങ്ങൾ വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ റോമാലേഖനം തന്നെ അതിൻ്റെ 1-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്: ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് വിശുദ്ധരേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പുകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനാണ് ഞാൻ. ഇപ്പോൾ പ്രവാചകന്മാർ മുഖാന്തരം ഈ സുവിശേഷം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാണ്. ഇത് ചിലർക്കൊരു ചിന്താഗതിയുണ്ട്, ഈ ക്രിസ്തീയ സന്ദേശം ഈ ലോകത്ത് വന്നിട്ട് ആ പാടെ 2000 വർഷമല്ലേ ആയുള്ളൂ. നോ, ദൈവത്തിന് ആരംഭമില്ല, അല്ലേ? അപ്പോൾ ദൈവ ഹൃദയത്തിൽ മുന്നമ തന്നെ ഉണ്ടായിരുന്ന ആ സുവിശേഷം, ഈ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ, ഈ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് അഭിമാനിക്കാൻ കാരണമുണ്ട്, നിങ്ങൾക്ക് അഭിമാനിക്കാൻ കാരണമുണ്ട്. ഇതൊരു മതത്തിൻ്റെ കണ്ടുപിടുത്തമല്ല, ഇതൊരു മനുഷ്യൻ്റെ പ്ലാനല്ല, ഇത് ദൈവ ഹൃദയത്തിലുള്ളതാണ്. പക്ഷേ മനുഷ്യൻ മുഖാന്തരം ഇത് പറഞ്ഞു. ഈ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം യേശു വന്നപ്പോഴല്ല, പ്രവാചകന്മാർ തന്നെ, ക്രിസ്തുവിന് മുമ്പുള്ള എല്ലാ പ്രവാചകന്മാരും ഈ വലിയ സുവിശേഷത്തെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ വായിക്കാം: ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം. ഈ സുവിശേഷം മുമ്പേ കൂട്ടി വാഗ്ദത്തം ചെയ്തതാണ്. ഗലാത്യലേഖനം 3-ാം അധ്യായത്തിൽ അതിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്: എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നുവെന്ന് തിരുവെഴുത്ത് മുൻ കണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പ് കൂട്ടി അറിയിച്ചു. മറ്റിടത്ത് വായിക്കുമ്പോൾ നിൻ്റെ സന്തതി മുഖേന അബ്രഹാമിനോട് പറയാണ്, നിൻ്റെ സന്തതിയായി നിൻ്റെ തായ് വഴിയിൽ പറക്കാൻ പോകുന്ന ക്രിസ്തു മുഖേന ഭൂമിയിലെ സകല ജനതകളും സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പ് കൂട്ടി, ക്രിസ്തു ഈ ലോകത്ത് ജനിക്കുന്നതിന് 1500-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, നിൻ്റെ തായ് വഴിയിൽ പറക്കാൻ പോകുന്ന ക്രിസ്തു മുഖേന ലോകത്തിലെ സകല ജനതകൾക്കും അനുഗ്രഹത്തിനുള്ളൊരു വഴി ഞാൻ ഒരുക്കുക. ഈ സുവിശേഷം അബ്രഹാം പ്ലാൻ ചെയ്തതല്ല, ഈ സുവിശേഷം യോഹന്നാൻ സ്നാപകൻ പ്ലാൻ ചെയ്തതല്ല, ഈ സുവിശേഷം പത്രോസും യാക്കോബും യോഹന്നാനും കൂടി ആലോചിച്ചതല്ല, ഈ സുവിശേഷം ഇന്ന് ലോകത്ത് കാണുന്ന ഏതെങ്കിലും ഒരു സഭ, കത്തോലിക്ക സഭയോ പെന്തക്കോസ്ത് സമൂഹങ്ങളോ അല്ലെങ്കിൽ സ്വർഗീയവരെന്ന് പോലുള്ള ഏതെങ്കിലും ഒരു സഭാവിഭാഗത്തിൻ്റെയോ കണ്ടുപിടുത്തമല്ല, ഒരു ക്രൈസ്തവ വിഭാഗത്തിൻ്റെയും കണ്ടുപിടുത്തമല്ല. മാത്രമല്ല ഇതേതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയുള്ളതല്ല. വചനം വളരെ വ്യക്തമായി പറഞ്ഞു, സകല ജാതികൾക്കുമുള്ള സുവിശേഷം. ഇത് ദൈവത്തിൻ്റെ സുവിശേഷമാണ്, ഇത് സകല ജാതികൾക്കുള്ള സുവിശേഷമാണ്, ഇത് മുൻപ് കൂട്ടി അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത സുവിശേഷമാണ്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് റോമർ 1:16 പൗലോസ് പറയുന്നു. ആ റോമാലേഖനം ആരംഭിക്കുന്നത് ഈ സുവിശേഷം ദൈവം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷമാണ്, പ്രവാചകന്മാരിലൂടെ അത് മുന്നമേ വെളിപ്പെടുത്തിയ സുവിശേഷമാണ്. അപ്പോൾ തന്നെ ഈ റോമാലേഖനം അവസാനിപ്പിക്കുന്നതും
സുവിശേഷത്തിൻ്റെ വലിയൊരു ശ്രേഷ്ഠത പറഞ്ഞുകൊണ്ടാണ്. നോക്കൂ, റോമാലേഖനത്തിൻ്റെ അവസാന വാക്യങ്ങൾ, റോമാലേഖനം 16-ാം അധ്യായത്തിൻ്റെ 24, 25, 26 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യ ദൈവത്തിൻ്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിൻ്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എൻ്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിന് ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ, ആമേൻ എന്ന് പറഞ്ഞ ഈ റോമാലേഖനം അവസാനിക്കും. നോക്കൂ, ഈ സുവിശേഷം എന്താണ്? പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട്. അപ്പോൾ ഈ സുവിശേഷം ലോകസ്ഥാപനത്തിന് മുമ്പേ ഉള്ളതാണ്. മനുഷ്യൻ തെറ്റിപ്പോകുന്നതിന് മുന്നമേ തന്നെ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ ഉള്ള പദ്ധതിയാണ്. മനുഷ്യന് ഈ പാപത്താൽ വരാവുന്ന വലിയ പതനം ദൈവം മുന്നമേ കൂട്ടി കണ്ടുകൊണ്ട് ആ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം തൻ്റെ പുത്രനെ ഒരുക്കി വെച്ചു. അത് പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ട് വന്നതും നിത്യദൈവത്തിൻ്റെ നിയമപ്രകാരം സകല ജാതികൾക്കുമായിട്ടുള്ളതായി സുവിശേഷം. സകല ജാതികൾക്കും വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മമാണ് ഈ സുവിശേഷം. അതൊരിക്കൽ മറഞ്ഞിരുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. പഴയ നിയമത്തിലെ ആൾക്കാർക്ക് അത് പിടികിട്ടിയില്ല. മോശയ്ക്ക് ഈ സുവിശേഷത്തെക്കുറിച്ച് പിടികിട്ടിയില്ല. പ്രവാചകന്മാർക്കും അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു, ഈ ക്രിസ്തു വരുമെന്ന് സൂചിപ്പിച്ചെങ്കിലും ഈ സുവിശേഷത്തിൽ കൂടെയുള്ള ഈ വലിയ രക്ഷ, പ്രത്യേകിച്ച് യഹൂദന്മാർക്കൊക്കെ ദൈവവുമായിട്ടുള്ള ബന്ധം ആ ഒരു ജനതയ്ക്ക് മാത്രമുള്ളതാണെന്ന് അവർ വിചാരിച്ച്. എന്നാൽ അങ്ങനെയല്ല. സകല ജാതികൾക്കും സകല ഭാഷക്കാർക്കും സകല മനുഷ്യർക്കും വേണ്ടി ദൈവമൊരുക്കിയ ഒരേ രക്ഷാപദ്ധതി, അതത്രേ കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് പൗലോസ് ശ്ലീഹ ഇവിടെ അഭിമാനിക്കുക. അതാണ് പൗലോസ് പറയുന്നത്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ലെന്ന് മാത്രമല്ല, ഈ സുവിശേഷം പറയുന്നത് അഭിമാനകരമാണ്. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വാർത്ത ഒരു വ്യക്തിയെ രക്ഷിപ്പാൻ കഴിയുന്നത്, എത്ര തകർന്ന വ്യക്തിയും നാശത്തിലേക്ക് കൂപ്പൂത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ രക്ഷിപ്പാൻ കഴിയും. ഈ സുവിശേഷം, യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം, അതിൻ്റെ ആകത്തുക ഒരൊറ്റ വാക്യത്തിൽ പറഞ്ഞാൽ അത് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യമാണ്. വളരെ സുപരിചിതമായ വേദഭാഗം, കൂടെ നമ്മൾ കേൾക്കുന്ന വാക്യമാണ്. ലോകത്തിൽ ഏറ്റവും അധികം വിറ്റഴിയപ്പെടുന്ന ഗ്രന്ഥം ദൈവത്തിൻ്റെ വചനമായ ബൈബിളാണ്. ലോകത്തിൽ ഏറ്റവും അധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതും സുവിശേഷം ഉൾക്കൊള്ളുന്ന, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ഉൾക്കൊള്ളുന്ന ഈ പുസ്തകമായ ദൈവവചനമായ ബൈബിളാണ്. ഏറ്റവും അധികം ഭാഷകളിൽ പരിഭാഷ ചെയ്യപ്പെട്ടു, ഏറ്റവും അധികം വിൽക്കപ്പെടുന്നു. അപ്പോൾ തന്നെ അതിലും അധികം ഭാഷകളിൽ, ഈ ബൈബിൾ പൂർണ്ണമായും പരിഭാഷപ്പെടുത്താത്ത ഭാഷകളിൽ പോലും ഏറ്റവും അധികം പരിഭാഷ ചെയ്യപ്പെട്ട ലോകത്തിലെ വാചകം ഏതാണെന്ന് ചോദിച്ചാൽ അത് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യമാണ്. ലോകത്തിൽ ഏറ്റവും അധികം പ്രസംഗിക്കപ്പെട്ട വാചകം, ഏത് തിരുവെഴുത്തിനെ ആധാരമാക്കിയ ലോകത്തിൽ ഏറ്റവും അധികം ആൾക്കാർ സംസാരിച്ചതെന്ന് ചോദിച്ചാൽ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യമാണ്. ആ വാക്യം ഞാനൊന്ന് വിളിച്ചു പറയാം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആ ഒറ്റ വാക്യത്തിൽ സുവിശേഷത്തിൻ്റെ എല്ലാ കാര്യങ്ങളുമുണ്ട്. സുവിശേഷം കർത്താവായ യേശുക്രിസ്തുവിനെ നൽകി, അതാണ് സുവിശേഷം. ദൈവം നൽകി, ഇത് ദൈവം തുടങ്ങിയതാണ് ഈ സുവിശേഷം. അപ്പോൾ തന്നെ ക്രിസ്തുവിനെ നൽകിയതാണ് സുവിശേഷം. ആർക്കു വേണ്ടി നൽകി? സകല ലോകത്തിനും വേണ്ടി നൽകി. മാത്രമല്ല, ഈ സുവിശേഷത്തിൻ്റെ എഫക്റ്റ് എന്തുവാ? തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകയില്ല എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ വ്യക്തിയുടെ ജീവിതം നശിക്കുകയില്ല, അവൻ്റെ കുടുംബം നശിക്കുകയില്ല, അവൻ്റെ ആരോഗ്യം നശിക്കുകയില്ല, അവൻ്റെ സമാധാനം നശിക്കുകയില്ല. ആ വ്യക്തി ഈ ലോകത്തിൽ ഒരു നാശത്തിന് അടിമയായിരിക്കില്ലെന്ന് മാത്രമല്ല, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി മരണവും അവനെ നശിപ്പിക്കത്തില്ല, നരകം അവനെ നശിപ്പിക്കുകയില്ല. നിത്യത മുഴുവൻ ദൈവത്തിൻ്റെ കൂടെ ആ സൗജന്യമായി നിത്യത മുഴുവൻ ആ മഹാസന്തോഷത്തിൻ്റെ അനുഭവം ആ വ്യക്തിക്ക് ലഭിക്കുക. നോക്കൂ, എത്ര തകർന്ന വ്യക്തിയും ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ പ്രാപ്തമാണ് സുവിശേഷം. സുവിശേഷത്തെക്കുറിച്ച് ഏറ്റവും രസകരമായ കാര്യം, അത് നരഭോജികളായിരുന്ന മനുഷ്യരെ പോലും നരസ്നേഹികളാക്കി മാറ്റി. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പറയുന്നിടത്ത് അത്ഭുതങ്ങൾ നടക്കും, രോഗശാന്തികൾ നടക്കും, വീര്യപ്രവർത്തികൾ നടക്കും. അത് കഴിഞ്ഞ് 2000 വർഷമായി തുടർന്നുകൊണ്ടിരിക്കുക. ഇന്നും
നമ്മൾ സുവിശേഷം പറയുമ്പോൾ, നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ സുവിശേഷം യേശു ക്രിസ്തുവിൻ്റെ വചനം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു സമീപമുണ്ട്, നിങ്ങളുടെ തൊട്ടരികെയുണ്ട്. ഒന്ന് വിശ്വസിക്കുമ്പോൾ കർത്താവിൻ്റെ അത്ഭുതകരം നിങ്ങളെ സ്പർശിക്കുക. ഈ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം ചെന്ന് സ്പർശിക്കുന്നത് കാതുകളിൽ മാത്രമല്ല, ഈ വചനം ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിൽ അത് വിടുതൽ പകരും, മനസ്സിലത് വിടുതൽ പകരും, കുടുംബത്തിൽ വിടുതൽ പകരും, അവൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ വിടുതൽ പകരും. എന്തിനവൻ്റെ തലമുറ പോലും അനുഗ്രഹിക്കപ്പെടും. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തിൽ മുഴുവൻ അത് നിറയും. അതുകൊണ്ടാണ് ആ സുവിശേഷത്തെക്കുറിച്ച് പൗലോസ് ശ്ലീഹ അന്ന് ആ കാരാഗ്രഹത്തിൽ തന്നെ അടച്ച കാരാഗ്രഹ പ്രമാണി പൗലോസിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ട് ആ രാത്രിയിൽ അവർ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ആ കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി, അവിടെ ഭൂകമ്പമുണ്ടായി, ചങ്ങലകൾ വീണുപോയി, കാരാഗ്രഹ വാതിലുകൾ തുറന്നുപോയി, തടവുകാർ ഓടിപ്പോയി കളയുമെന്ന് വിചാരിച്ച് അവിടെ ഉണ്ടായിരുന്ന കാരാഗ്രഹ പ്രമാണി തന്നെ രാജാവ് പിടിച്ച് കൊല്ലുമല്ലോ എന്ന് പേടിച്ച് ആ വാളെടുത്ത് തന്നെത്താൻ കൊന്ന് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പൗലോസ് പറയുക, നീ നിനക്കൊരു ദോഷവും വരുത്തുകരുത്. ഇപ്പോൾ അവരെ ജയിലിലടച്ച കാരാഗ്രഹ പ്രമാണി ചോദിക്കുക, യജമാനന്മാരായ പുരുഷന്മാരെ, ഞാൻ എന്ത് ചെയ്യണം? ഉടനെ പറഞ്ഞ്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആ കാരാഗ്രഹ പ്രമാണി നമ്മൾ വായിക്കുന്നുണ്ട്, ആ കാരാഗ്രഹ പ്രമാണി കർത്താവിൽ വിശ്വസിച്ചു, സ്നാനപ്പെട്ടു, തൻ്റെ വീടടക്കം കർത്താവിൽ ആനന്ദിച്ചു. തുടർന്ന് താൻ ആത്മഹത്യ ചെയ്തില്ലെന്ന് മാത്രമല്ല, തന്നെ അവിടുത്തെ രാജാവ് കൊന്നില്ല, ആ പടയാളികൾ ആരും ഓടിപ്പോയില്ല. ആ സുവിശേഷം അവിടെ വ്യാപരിച്ചപ്പോൾ അവരുടെ ചങ്ങല വീണിട്ടും ആ പടയാളികൾ ഓടിപ്പോയില്ല. ഞാൻ വിശ്വസിക്കുന്ന ഫിലിപ്പിയയിലെ ആദിമ സഭയിൽ ആ ജയിലിൽ കിടന്ന ആ വലിയ കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം കർത്താവിൽ വിശ്വസിച്ചു. നോക്കൂ, സുവിശേഷം എന്തൊരു വലിയ രൂപാന്തരമാണ് ചെയ്യുന്നത്. ആ കള്ളന്മാരെ അത് മാറ്റി, പൗലൂസ് എന്ന കൊലപാതകയെ അത് മാറ്റി, കാരാഗ്രഹ പ്രമാണിയെ അത് മാറ്റി. കള്ളനെയും പോലീസിനെയും ഒരുപോലെ സ്പർശിക്കുന്ന ഒന്നുണ്ടെങ്കിൽ സുവിശേഷം മാത്രമാണ്. മരണ വീട്ടിൽ സുവിശേഷം പ്രസംഗിക്കാം, കല്യാണ വീട്ടിൽ സുവിശേഷം പ്രസംഗിക്കാം, ഒരു ശിശു ജനിച്ചാൽ അവിടെ സുവിശേഷം പ്രസംഗിക്കാം, സഭയിൽ സുവിശേഷം പ്രസംഗിക്കാം, എവിടെയും പ്രസംഗിക്കാവുന്ന വഴിയരികിൽ പ്രസംഗിക്കാം. എവിടെ മനുഷ്യർ കൂടുന്നിടമുണ്ടോ അവിടെയെല്ലാം പറയാവുന്നൊരു വാർത്ത ഉണ്ടെങ്കിൽ അത് സുവിശേഷം മാത്രമാണ്. കാരാഗ്രഹ പ്രമാണിയോട് പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നോക്കൂ, ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ, സുവിശേഷം ഏറ്റെടുക്കുമ്പോൾ, ആ സുവിശേഷം ചെന്ന് തൊടുന്നത് ആ വ്യക്തിയുടെ ശരീരത്തിൽ വിടുതൽ പകരും, മനസ്സിൽ വിടുതൽ പകരും, അവൻ്റെ ആത്മാവിലെ പാപത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ച് അവൻ്റെ നരകം മാറ്റിയവനെ സ്വർഗത്തിന് ഉടമയാക്കുക മാത്രമല്ല, ആ വ്യക്തിയുടെ ഭവനത്തിലേക്കും കൂടെ സുവിശേഷം വ്യാപരിക്കുക. സുവിശേഷം ദൈവത്തിൻ്റെ ശക്തിയാണ്. ലോകത്തിൽ ഒരു മെഡിസിൻ, ഒരു മരുന്ന്, അത് ശരീരത്തിലെ രോഗങ്ങളെ ട്രീറ്റ് ചെയ്യാൻ പോരുന്ന മരുന്നുകൾ, ടോണിക്കുകളാകട്ടെ, ഗുളികകളാകട്ടെ, അതുകൊണ്ട് മനുഷ്യർക്ക് സൗഖ്യം കിട്ടുന്നുണ്ട്. ഡോക്ടർമാർ വലിയ സേവനമാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു ഡോക്ടറും സന്തോഷത്തിന് സമാധാനത്തിനുള്ള മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. മാനസിക രോഗികൾക്ക് ടെൻഷനൊന്ന് കുറയാൻ ഒക്കെ മരുന്നുകളുണ്ട്. എന്നാൽ ഒരു വ്യക്തിക്ക് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം കൊടുക്കാൻ ദൈവത്തിൻ്റെ സുവിശേഷത്തിന് മാത്രമേ കഴിയുള്ളൂ. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്ന പോലെയല്ല. മാത്രമല്ല, സന്തോഷ സമാധാനം കൊടുക്കുക മാത്രമല്ല, ഒരു വല്ലാത്ത കഠോര സ്വഭാവമുള്ളൊരു വ്യക്തിയുടെ ഹൃദയം മാറ്റാൻ സുവിശേഷത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. നമ്മളുടെ ഈ മാംസളമായ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കാറുണ്ട്, ഹൃദയത്തിന് ബൈപ്പാസ് സർജറി നടക്കാറുണ്ട്. എന്നാൽ ഒരുത്തൻ്റെ മനസ്സും വികാരങ്ങളും ചിന്തകളും സ്വഭാവവും ഉൾക്കൊള്ളുന്ന ഹൃദയം എന്ന് നമ്മൾ പറയുന്നവൻ്റെ ഏതോ ഒരു ഭാഗമുണ്ടല്ലോ, അവൻ്റെ ആ വ്യക്തിയുടെ യഥാർത്ഥ സത്ത, ആ വ്യക്തിയെ പൂർണ്ണമായി മാറ്റാൻ കഴിയുന്നത് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് മാത്രമാണ്. അതാണ് ആഫ്രിക്കയിലെ നരഭോജികൾ. ആ നരഭോജികളുടെ ഇടയിലേക്ക് ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന് പറയുന്ന സായിപ്പ്, UK കാരനായ, ഇംഗ്ലണ്ടുകാരനായ മിഷണറി, താൻ ആഫ്രിക്കയെക്കുറിച്ച് കേട്ടപ്പോൾ ഇരുളടഞ്ഞ ഭൂഖണ്ഡത്തിൽ മനുഷ്യർക്ക് വിദ്യാഭ്യാസമില്ല, പരസ്പരം കൊല്ലുന്നവർ, മാത്രമല്ല മനുഷ്യരെ കൊന്നു തിന്നുന്ന നരഭോജികളായ ആൾക്കാർ, അവരെക്കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹത്തിന്
ഡേവിഡ് ലിവിങ്സ്റ്റൺ തൻ്റെ ജീവിതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്താൽ സ്പർശിക്കപ്പെട്ട ആ ദൈവദാസൻ ഒന്ന് മനസ്സിലായി, ഇവരെ രൂപാന്തരപ്പെടുത്താൻ വേറെ ഒന്നിനും സാധിക്കുകയില്ല. അതിന് സാധിക്കുന്ന ഒന്നുണ്ടെങ്കിൽ അത് സുവിശേഷം മാത്രമാണ്. ആ സുവിശേഷവുമായി ഡേവിഡ് ലിവിങ്സ്റ്റൺ അവിടെ ചെന്ന ചരിത്രങ്ങൾ പഠിക്കാൻ സാധിക്കും. ഒത്തിരി പ്രശ്നങ്ങൾ തനിക്കുണ്ടായി. ആരോട് സുവിശേഷം പറയാൻ പോയോ അവരിൽ നിന്ന് ഉപദ്രവങ്ങൾ താൻ നേരിടേണ്ടി വന്നു. എന്നാൽ ഉപദ്രവിക്കുന്നവരോട് ക്ഷമിക്കുന്നതാ സുവിശേഷത്തിൻ്റെ പൊരുൾ. അവരോട് ക്ഷമിച്ചെന്ന് മാത്രമല്ല, പതുക്കെ അവരെ തൻ്റെ അടുക്കലേക്ക് ആകർഷിക്കാൻ തനിക്ക് കഴിഞ്ഞു. തുടർന്ന് താൻ അവരെ അക്ഷരം പഠിപ്പിച്ചു, ലിപി ഉണ്ടാക്കി, അവിടെ ഭാഷയ്ക്ക് വേണ്ടതായ ഗ്രാമറും മറ്റും കണ്ടുപിടിച്ചു. പല കാര്യങ്ങൾ അദ്ദേഹം മാത്രമല്ല മിഷണറിമാർ ചെയ്തു. അങ്ങനെ എന്ത് സംഭവിച്ചെന്നറിയാമോ? മനുഷ്യരെ തിന്നുകൊണ്ടിരുന്ന വ്യക്തികൾ മനുഷ്യരെ സ്നേഹിക്കുന്നവരായി മാറി. ഇരുളടഞ്ഞ ഭൂഖണ്ഡമെന്നറിയപ്പെട്ട ആഫ്രിക്ക വെളിച്ചം പകർന്ന സ്ഥലമായി മാറി. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് പറയുന്നത്. മറ്റൊരിടത്ത് പറയുന്നു, സെബുലൂനും നഫ്താലി ദേശവും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുളിലിരുന്ന ജനം വലിയ വെളിച്ചം കണ്ടെത്തി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിങ്കൽ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇങ്ങനെ പാടി, ഇതാ സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ദൈവത്തിന് പ്രസാദവും മനുഷ്യഹൃദയങ്ങളിൽ സമാധാനവും കൊടുക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ദിവ്യ സുവിശേഷം. ഈ സുവിശേഷത്തെക്കുറിച്ച് മറ്റൊരു വേദഭാഗത്ത് പറയാം, അത് സമാധാനത്തിൻ്റെ സുവിശേഷമാണ്. സമാധാനത്തിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ യുദ്ധവുമുണ്ട് സമാധാനമുണ്ട്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിലാണെന്ന് പറയും, എതിർപ്പില്ല, ശത്രുതയില്ല. എന്നാൽ അത് തമ്മിൽ ഒരു ചർച്ചയിലൂടെ അല്ലെങ്കിൽ വെടിനിർത്തൽ കരാറിലൂടെ അവരൊന്നായിത്തീരുമ്പോൾ അവിടെ സമാധാനകാലമായെന്ന് പറയും. അതേ പ്രയോഗമാണ് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അതാണ് സമാധാനത്തിൻ്റെ സുവിശേഷം. അതുകൊണ്ടാണ് കൊരിന്ഥി ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് യേശുക്രിസ്തു മുഖേന പറയുന്നു. യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിനും നിങ്ങളുടെ ഈ മധ്യത്തിൽ ഒരു സ്ഥാനാപതിയായി ഞാൻ നിൽക്കുകയാണെന്ന് സുവിശേഷകനായ പൗലോസ് പറയാം. അപ്പോൾ ഒരു സുവിശേഷകൻ്റെ സന്ദേശം, സുവിശേഷത്തിൻ്റെ സന്ദേശം, പാപം ചെയ്ത സകല മനുഷ്യരും ദൈവത്തിൽ നിന്ന് ശത്രുതയിലായി. അവൻ ചെയ്യുന്ന യാതൊരു മതകർമ്മങ്ങൾക്കോ യാഗത്തിനോ വഴിപാടുകളോ ബൈബിളിൽ കാണുന്ന ക്രിസ്തു വരുന്നതിന് മുമ്പുള്ള ഒരു നേർച്ചയ്ക്കും അവൻ്റെ പാപത്തെ പരിഹരിക്കാൻ കഴിയാതിരുന്നപ്പോൾ, അഥവാ മനുഷ്യനും ദൈവത്തിനും ഇടയിലുണ്ടായ പാപത്താൽ വന്ന ശത്രുതയ്ക്ക്, ആ യുദ്ധത്തിന്, ആ സന്ധിയില്ലായ്മയ്ക്ക് ഒരു പരിഹാരം വരുത്താൻ കഴിയാതിരുന്നപ്പോൾ ആ ഗ്യാപ്പിലേക്ക് കർത്താവായ യേശുക്രിസ്തു വന്നത്. യേശുക്രിസ്തു കാൽവറിയിൽ മരിച്ചപ്പോൾ, പാപപരിഹാര യാഗം നടത്തിയപ്പോൾ ആ മാനവജാതിയുടെ പാപത്തിന് പരിഹാരമായി. പക്ഷേ ഓരോ വ്യക്തിയും അത് ഏറ്റെടുക്കുമ്പോഴേതാ അത് നമ്മളുടേതായി മാറുന്നത്. ജനറലി അത് സംഭവിച്ചു. അതെ, സ്വാതന്ത്ര്യം ഭാരതത്തിന് 1947 ഓഗസ്റ്റ് 15 ലഭിച്ചെങ്കിലും അത് ഞാൻ അറിഞ്ഞ് ഏറ്റെടുത്തെങ്കിൽ മാത്രമേ ഒരു ഇന്ത്യൻ പൗരൻ്റെ എല്ലാ അവകാശങ്ങളും പദവികളും എനിക്ക് അനുഭവിക്കാനൊക്കത്തുള്ളൂ. യേശുക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും കടം ഇളച്ചു കഴിഞ്ഞു. അവിടെ കൊണ്ട് തീർന്നില്ല. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറയാണ്, തന്നെ ആദ്യ ശിഷ്യന്മാർ വിശ്വസിച്ചില്ല. പക്ഷെ ക്രിസ്തു അവരുടെ മേൽ ഊതി, അവരുടെ ഉള്ളിൽ വിശ്വാസം പകർന്നു, വചനം കൊടുത്തു. എന്നിട്ട് അവരോട് പറയാണ്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി ഈ സുവിശേഷം പറയണം. ഏത് സുവിശേഷം? യേശു ഈ ലോകത്ത് ജനിച്ചു, പാപം വഹിച്ചു, ഇപ്പോൾ അവൻ മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഈ സുവിശേഷം പറയണം. വിശ്വസിക്കുന്ന ഏവനും രക്ഷയുണ്ട്. നോക്കൂ, ഈ കർത്താവായ യേശുക്രിസ്തു അന്ന് ശരീരത്തിൽ ഇരുന്ന് കുറച്ച് ഒരു 70 മൈൽ ചുറ്റളവിലുള്ളവരെ യേശുവിനെ കണ്ടുള്ളെങ്കിൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ, ഉയർപ്പിൻ്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ സമീപമുണ്ട്. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, അങ്ങ് എൻ്റെ പാപപരിഹാരത്തിനായി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുക്രിസ്തു മുഖാന്തരം ദൈവവും ഞാനും തമ്മിൽ ആ സന്ധി വരികയാണ്. ദൈവത്തോട് എനിക്ക് സമാധാനം വരികയാണ്. അത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന നിമിഷം വിശ്വസിക്കുന്ന വ്യക്തി ഒരു ദൈവ പൈതലായി. അങ്ങനെ ദൈവ പൈതലായ ഒരു വ്യക്തിക്ക് ഇനി അവകാശങ്ങളുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അതാണ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ പറയുമ്പോൾ ദുരാത്മാക്കൾ വിട്ടുമാറും, രോഗങ്ങൾ വിട്ടുമാറും. അപ്പോൾ ഈ പറയുന്ന സുവിശേഷം നമുക്ക് അടയാളമായി
തെളിവായി കണ്ണിന് കാണത്തക്കവണ്ണമുള്ള വിടുതലുകൾ നമ്മുടെ മുമ്പിൽ നടക്കും. രോഗികൾ സൗഖ്യമാകും, ഭവനത്തിൻ്റെ അവസ്ഥ മാറും. ഇതെല്ലാം ഞാൻ അനുഭവിച്ചത്. ഇതൊരു കഥയല്ല, തോന്നലല്ല, ഒരു ഫിലോസഫിയല്ല. വിശ്വസിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ അത് അനുഭവിക്കാം. ഹൃദയത്തിൽ അനുഭവിക്കാം, ശരീരത്തിൽ അനുഭവിക്കാം. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരുന്ന നിൻ്റെ മക്കളെ എല്ലാം നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ഈ സുവിശേഷം, ദൈവശക്തിയായ ഈ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരിലും, യേശു ഉയർത്തെഴുന്നേറ്റെന്ന് കേട്ട ഓരോ വ്യക്തികളിലും ഇപ്പോൾ തന്നെ കർത്താവേ ദിവ്യസമാധാനം കൊണ്ട് നിറയ്ക്കണം. ആ പാപത്തിൻ്റെ ചങ്ങലകൾ പൊട്ടി നിത്യജീവൻ്റെ ഉറപ്പ് അവർക്ക് കൊടുക്കണം. മാത്രമല്ല, രോഗികളായി എന്നെ കേട്ടവർ ഈ നിമിഷം സൗഖ്യമാകട്ടെ. കർത്താവെ, സാമ്പത്തിക പ്രശ്നങ്ങൾ, മറ്റ് പല വിഷയങ്ങളിൽ, കുടുക്കുകളിൽ, വിഷയങ്ങളിൽ പരിഹാരമില്ലെന്ന് പറഞ്ഞ സാമ്പത്തിക പ്രശ്നം, മറ്റ് പല കുടുംബ പ്രശ്നങ്ങളൊക്കെ കിടക്കുന്നവർ കേൾക്കുന്നല്ലോ. യേശുക്രിസ്തുവിൻ്റെ വചനം ദൈവശക്തിയാണല്ലോ. അത് വിശ്വസിക്കുന്നവരിൽ അത് വ്യാപരിക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തതിനായി സ്തോത്രം, പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അത് ദൈവശക്തി അത്രേ. ആ ദൈവശക്തി നിങ്ങളുടെ മേൽ വ്യാപരിച്ചിട്ടുണ്ട്. ആ രോഗം സൗഖ്യമാവുന്നു, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ വിടുതലാവുന്നു. നിങ്ങളുടെ വിടുതലുകൾ ഞങ്ങളെയും ഒന്ന് അറിയിക്കണമേ. ഈ നമ്പറുകളിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും മറ്റൊരു അനുഗ്രഹിക്കപ്പെട്ട പ്രോഗ്രാമായി നമുക്ക് ഒന്നിച്ച് കാണാം. അതുവരെയും കർത്താവ് തൻ്റെ മഹാകൃപയിൽ നമ്മെ സൂക്ഷിക്കും. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം, ആമേൻ. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും കോലഞ്ചേരിയിൽ 2011 ജനുവരി 31 ശനി. ശുശ്രൂഷകൾ രാവിലെ 10-ന് സെയിൻറ്റ് പീറ്റേഴ്സ് കോളേജ് ഇൻഡോർ സ്റ്റേഡിയം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും പിറവത്ത് 2015 ഫെബ്രുവരി 7 ശനി. ശുശ്രൂഷകൾ രാവിലെ 10-ന് മാം ഓഡിറ്റോറിയം. സ്വർഗീയവിൽ നിൽക്കുന്ന കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് തൃശ്ശൂരിൽ കാസിനോ ഓഡിറ്റോറിയം, ശക്തൻ ബസ് സ്റ്റാൻഡിന് സമീപം. 2015 ഫെബ്രുവരി 12 മുതൽ 15 വരെ. വ്യാഴം, വെള്ളി, ശനി, ഞായർ. ഫെബ്രുവരി 12 വ്യാഴം വൈകിട്ട് 6-ന്. ഫെബ്രുവരി 13, 14, 15 ശുശ്രൂഷകൾ രാവിലെ 10-നും വൈകിട്ട് 6-നും. ആരാധന, വിടുതൽ ശുശ്രൂഷ, വചന പ്രഘോഷണം. തങ്കു ബ്രദറും തോമസ് കുട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു. ഞാൻ നിന്റെ മാത്രമാണേ, രക്തം ചൊരിഞ്ഞെന്നെ സ്വന്തം